സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. തുല്യമാണെന്ന് ലോകം അംഗീകരിച്ചിട്ടില്ല. തുല്യമാണെന്ന വാദം കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. സമൂഹത്തിൽ കയ്യടി കിട്ടാനാണ് ഈ വാദം ചിലർ ഉയർത്തുന്നതെന്നും PMA സലാം പറഞ്ഞു. മലപ്പുറം എടക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ലീഗ് നേതാവിന്റെ വിവാദ പരാമർശമുണ്ടായത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് വ്യക്തമായ നയമുണ്ട്. സ്ത്രീക്ക് സാമൂഹ്യ നീതിയാണ് വേണ്ടത്. സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം. ജെൻഡർ ഇക്വാളിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ് ലീഗ് നയം. സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യമാണെന്ന് പറയാൻ കഴിയുമോ? ബസ്സിൽ പ്രത്യേക സീറ്റില്ല, സ്കൂളിൽ പോലും ഇരിക്കുന്നത് ഒരേ ബെഞ്ചിലാണോ? വേറെയല്ലേ? ഇതെല്ലാം രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ എന്നും PMA സലാം പറയുന്നു. അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരുതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞത് സമസ്തയുടെ മുശവറയാണെന്നും അതിനെ ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാക്കി തന്റെ മാത്രം പ്രസ്താവനയാക്കി പ്രചരിപ്പിക്കുന്നത് ദുരുദ്ദേശമാണെന്നും ഞങ്ങൾ പറയുന്നതിനെതിരെ കുതിര കയറാൻ വരണോ എന്നും കാന്തപുരം ചോദിച്ചു. ഞങ്ങൾ ഇസ്ലാമിന്റെ കാര്യം പറയുന്നത് മുസ്ലിങ്ങളോടാണ്, മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ട. അന്യപുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചുകൂടാൻ പാടില്ലെന്നും ഇസ്ലാമിന്റെ നിയമമാണ്, ലോകമൊട്ടാകെ അംഗീകരിച്ചതാണെന്നും ആലപ്പുഴയിൽ ഡോക്ടർ AM ഹനീഫ് മൗലാവി അനുസ്മരണ സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. നേരത്തെ മേക്ക് 7 വ്യായാമത്തിന് എതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയിരുന്നു. സ്ത്രീ പുരുഷനെ കാണുന്നതും നോക്കുന്നതും ഹറാമാണെന്നും വ്യായാമത്തിലൂടെ സ്ത്രീകൾ ശരീരം തുറന്ന് കാണിക്കുന്നുവെന്നും ആയിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരോക്ഷ വിമർശനത്തിൽ മറുപടിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയിരുന്നു. ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയും, അത് അവർക്ക് വിട്ടുകൊടുക്കണം. MV ഗോവിന്ദൻ ജില്ലയിൽ 18 ഏരിയ സെക്രട്ടറിമാരുള്ളതിനാൽ ഒരാൾ പോലും സ്ത്രീ ഇല്ലെന്നും എന്തുകൊണ്ടാണ് അവിടെയൊന്നും സ്ത്രീകളെ പരിഗണിക്കാത്തതെന്നും കാന്തപുരം ചോദിച്ചു. സ്ത്രീയും പുരുഷനും ഇടകലർന്ന് വ്യായാമ മുറകൾ മതം അംഗീകരിക്കാനാവില്ലെന്ന പ്രസ്താവനയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. പൊതുയിടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണമെന്നും അത് അംഗീകരിച്ച് കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടതെന്നും അറിയില്ലെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. സ്ത്രീ പുരുഷ തുല്യതയ്ക്കും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ സമൂഹത്തെ കാണാൻ 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഉയർത്തിയ മുദ്രാവാക്യമാണിത്. അതിൻ്റെ സ്ഥിതിയിലേക്ക് പോലും നമുക്ക് കടക്കാൻ സാധിക്കുന്നില്ല. പൊതുയിടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണമെന്ന് ഒരു സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ചിലർ പ്രകോപിതരായി. ആരും പ്രകോപിതരായിട്ട് കാര്യമില്ല. ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാകാത്ത ആളുകളെ എന്താണ് വിളിക്കേണ്ടതെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല, ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല, സമൂഹത്തെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, MV ഗോവിന്ദൻ വ്യക്തമാക്കി. കാന്തപുരത്തിന്റെ പരാമർശത്തോട് പ്രതികരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി തോമസ് ഐസക് കാന്തപുരത്തിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്ന് ചൂണ്ടിക്കാട്ടി. കാന്തപുരത്തിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ വിശ്വാസം, നമ്മുടെ വിശ്വാസം അതല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ഏതായാലും കാന്തപുരത്തിനോട് ഞങ്ങൾക്ക് ഒരു ബഹുമാനമുണ്ട്. മുസ്ലിം മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയാത്തവരാണവർ. ജമാഅത്തെ ഇസ്ലാമി പോലെയല്ല. സ്ത്രീക്ക് 2ാം സ്ഥാനം കൽപ്പിക്കുന്നത് മതത്തിൽ മാത്രമല്ല, സർവ്വതലത്തിലുമുണ്ട്. സ്ത്രീക്ക് തുല്യത വേണമെന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ പാർട്ടിയിലും ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടും. പാർട്ടി സ്ഥാനങ്ങളിൽ വനിതകൾ വരും. നേതൃത്വത്തിൽ വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ച പോരായ്മ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. ബോധപൂർവം തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, തോമസ് ഐസക് വ്യക്തമാക്കി.